പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വിശുദ്ധ പകൽക്കാലം വലിയവനായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ എൻ്റെ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചനചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 36-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ. എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. തബീതയെ ഉയർപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ രോഗം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. സ്തോത്രം. തബീതയെക്കുറിച്ചാണ് ഈ വചനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തബീതയുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ദൈവ പ്രവൃത്തിയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് വചനത്തിൽ കൂടെ ഇടപെടാനുള്ളത്. സാധാരണ ഒരു വ്യക്തി മരിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി പൊതു ദർശനത്തിന് വെക്കും, അല്ലേ? അതുപോലെ തന്നെ തബീതയെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. 38-ാം വാക്യത്തിൽ ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്നപേക്ഷിക്കാൻ 2 ആളെ അവൻ്റെ അടുക്കൽ അയച്ചു. സ്തോത്രം. പത്രോസ് എന്ന ശിഷ്യനെ, യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിനെ ആളയച്ച് വിളിച്ച് പത്രോസിനെ അവിടെ വരുവാൻ ആവശ്യപ്പെടുകയാണ്. 36-ാം വാക്യത്തിൽ പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവകളെല്ലാം കരഞ്ഞുകൊണ്ട് പറയുകയാണ്. തബീത ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ പ്രസ്താവിക്കുന്നതായി കാണാം. സ്തോത്രം. ഈ ലോകത്ത് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരണമുണ്ടല്ലേ? ആ മരിക്കുന്ന സമയത്ത് വളരെയധികം നമ്മുടെ വേണ്ടപ്പെട്ടവരാകുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ടാകും. ഇനി കാണുവാൻ സാധിക്കത്തില്ല, സൗണ്ട് കേൾക്കാൻ സാധിക്കത്തില്ല, ഓർമ്മകൾ മാത്രമാണ് സമ്മാനിച്ചിട്ട് പോകുന്നത്, അല്ലേ? സ്തോത്രം. തബീത മരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ എങ്ങനെയാണോ ഒരു മരിച്ച ശരീരത്തെ ചെയ്യുന്നത് അതുപോലെ തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി മാളിക മുറിയിൽ കിടത്തി. അപ്പോൾ പത്രോസിനെ ആളയച്ച് പത്രോസിനെ വരുത്തുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ അഭിഷിക്തനെ എന്തിനാണ് അവിടെ വിളിച്ചു വരുത്തിയത്? അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് അവിടെ കേൾവിയായിരുന്നു. ഒന്നോർക്കണം, യേശു കർത്താവ് എവിടെയൊക്കെയാണോ കടന്നു ചെന്നത് അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കുവാൻ കഴിഞ്ഞു. അവിടെയൊക്കെ പുരുഷാരങ്ങൾ വന്നു കൂടുമായിരുന്നു. അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അനേക ഭൂതങ്ങൾ വിട്ടോടിപ്പോയി. അനേകരെ, സ്തോത്രം, പലവിധമായ ഒത്തിരി വർഷം പഴക്കമുള്ള രോഗങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, അതിൽ നിന്നൊക്കെ ദൈവം പൂർണ്ണമായൊരു വിടുതൽ നൽകി പുറത്തു കൊണ്ടുവന്നതായി കാണാം. സ്തോത്രം. അതുപോലെ തന്നെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഇതൊക്കെ കാണിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അങ്ങനെ തന്നെ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിൽ കണ്ടും കേട്ടും ഗ്രഹിച്ചുമൊക്കെ ശിഷ്യനും പഠിക്കുകയുണ്ടായി. സ്തോത്രം. അതുപോലെ തന്നെ പത്രോസ് അവിടെ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ ആളയച്ചു വരുത്തിയതായി കാണാം. താഴോട്ടുള്ള വാക്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവകളെല്ലാം കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ
താൻ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളൊക്കെ കാണിച്ചു കൊടുത്ത് അവർ ചുറ്റും നിന്ന് കരയുകയാണ് അല്ലേ? ഭയങ്കരമായിട്ടുള്ള വിഷമം. പലപ്പോഴും നമ്മെ വൃത്തിയാക്കാനും നമ്മെ അണിയിച്ചൊരുക്കുവാനും എല്ലാവരും കാണും. ചുറ്റും നിന്ന് കരയാനൊക്കെ ആൾക്കാർ കാണും. എന്തിനാണ്? അവൾ മരിച്ചുപോയി, ഇനി അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്, മുന്നോട്ടൊരു ജീവിതം ഈ ലോകത്തായിരിക്കുമ്പോൾ ഇല്ല. മരിച്ച ആ ശരീരത്തെ ഉയർപ്പിക്കാൻ പറ്റത്തില്ല. മാനുഷികമായി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അത് കഴിയുമെന്ന് അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവന്റെ ചുറ്റും നിന്ന് പത്രോസ് അവരെ എല്ലാം പുറത്താക്കി. ഹല്ലേലൂയ. അവിടെ ഇവിടെ നിന്നവരെല്ലാം പുറത്താക്കിയിട്ട് പത്രോസ് എന്താണ് അവിടെ ചെയ്തതെന്ന് സ്തോത്രം 40-ാം വാക്യത്തിൽ പറയുന്നു. പത്രോസ് അവയെല്ലാം പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു. സ്തോത്രം. എന്താണ് ചെയ്തത്? മുട്ടുകുത്തി ആദ്യം പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ പുറത്താക്കേണ്ടതിനെല്ലാം പുറത്താക്കുക. പലപ്പോഴും ദൈവപ്രവൃത്തി നടക്കാതെ വണ്ണം പലവിധമായിട്ടുള്ള പ്രതികൂലങ്ങൾ, സ്തോത്രം, പലപ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുവാൻ, തീരുമാനങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ, പലപ്പോഴും ദൈവസന്നിധിയിൽ മുന്നേറാതിരിക്കുവാൻ പല തടസ്സങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, കർത്താവിൻ്റെ ഹിതമാണോ അല്ലയോ എന്ന് നാം നോക്കേണ്ടതാണ്. സ്തോത്ര. ആവശ്യമില്ലാത്തതെല്ലാം നാം പുറത്തു കളയണം. പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്നതെല്ലാം മാറ്റിവെക്കണം. സ്തോത്ര. ദൈവസന്നിധി ചിലവഴിക്കേണ്ട സമയം, ദൈവത്തിനു വേണ്ടി കൊടുക്കേണ്ട സമയം കർത്താവിന് തന്നെ കൊടുത്ത് മുന്നേറി കഴിഞ്ഞാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. പുറത്താക്കേണ്ടതിനെ ആദ്യം പുറത്താക്കി. അത് കഴിഞ്ഞ് പത്രോസ് അവിടെ ചെയ്യുന്നത് എന്താണ്? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സ്തോത്ര. ആദ്യം നാം കളയേണ്ടതൊക്കെ കളയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ സംസാരിക്കുന്നത് എത്ര തന്നെ സ്തോത്ര 4 ഭാഗത്ത് നിന്നും നമുക്ക് പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായാലോ ആ തടസ്സങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളെ സ്തോത്ര എടുത്തു മാറ്റിയിട്ട് 4 ഭാഗത്തുള്ള എതിരുകൾ, ഹല്ലേലൂയ, പലപ്പോഴും നാം പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കാനുള്ള സമയം വേർതിരിക്കുമ്പോൾ പലവിധമായ തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സം നാം തന്നെ മാറ്റി എടുത്തുകൊണ്ട് ആ പത്രോസ് ചെയ്തതുപോലെ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആദ്യം തടസ്സം നിന്ന വിഷയത്തെ മാറ്റിവെച്ചു. 2 മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നോ ഇല്ലയോ? താഴോട്ടുള്ള വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുന്നേൽക്കാത്ത വിഷയ, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ എഴുന്നേൽക്കാത്ത വിഷയ, ശവത്തെ പോലെ അനങ്ങാതിരിക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഹല്ലേലൂയ, ഇന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. നീ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. എതിരുകളെ നീ മാറ്റിവെക്ക്. പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക്, ദൈവസന്നിധിയിൽ അടുക്കാതെ വണ്ണ് പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് ചുറ്റും കൂടെയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം. അത് മാറ്റിവെക്ക്. അത് മാറ്റിവെച്ചിട്ട് എല്ലാത്തിനെയും മാറ്റിവെച്ചിട്ട് എല്ലാത്തിനെ പുറത്താക്കിയിട്ട് ദൈവസന്നിധി മുട്ടുകുത്തുവാൻ തയ്യാറാണെങ്കിൽ ആ ചത്തു കിടക്കുന്ന ആ ശവത്തെ പോലെ ഇരിക്കുന്ന ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. ഒരിക്കലും അതിനൊരു ഹല്ലേലൂയ ഒരു എഴുന്നേൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അതിനൊരു എഴുന്നേൽപ്പുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. എഴുന്നേൽക്കുക മാത്രമല്ല, അത് കണ്ണു തുറക്കുവാനിടയാകും. ഹല്ലേലൂയ. ആ മരിച്ചു കിടക്കുന്ന വ്യക്തി ഹല്ലേലൂയ എങ്ങനെ എഴുന്നേറ്റു, എങ്ങനെ കണ്ണു തുറന്നു? അവിടെ ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടന്നതായി കാണാം.
എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ സന്നിധി നീ അടുത്തു വന്നുകൊണ്ട് പുറത്താക്കേണ്ടതിനെല്ലാം പുറത്താക്കിക്കൊണ്ട് മുട്ടുകുത്തി ദൈവസന്നിധി നിലവിളിക്കുമെങ്കിൽ എഴുന്നേൽക്കാത്ത വിഷയങ്ങൾ എഴുന്നേറ്റ് ചലിക്കാൻ തുടങ്ങുക. എന്നെ കേൾക്കുന്ന ജനമേ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച വ്യക്തിയെ അവൾക്ക് ഹല്ലേലൂയ തബീത കണ്ണു തുറന്ന് നോക്കി. സ്തോത്ര. ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കേണ്ട സമയത്ത് പല സമയവും വേർതിരിച്ച് പലതിനും ഓടരുതേ. ദൈവഹിതമല്ലാത്ത ഹല്ലേലൂയ പ്രവൃത്തികളിൽ ഓടാതെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പുറത്താക്കേണ്ടതിനെല്ലാം നീ പുറത്താക്കിക്കൊണ്ട് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിക്കുമെങ്കിൽ അനങ്ങാതെ കിടക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവം എഴുന്നേൽക്കാൻ പോവുകയാണ്. അത് ചലിച്ചു തുടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട സ്ഥാനം നീ ദൈവത്തിന് കൊടുക്ക്. നീ എഴുന്നേൽക്കേണ്ട സമയത്ത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കുമെങ്കിൽ, മുട്ടുകുത്താമെങ്കിൽ, കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കുമെങ്കിൽ, ലോകത്തിന് മുമ്പേ മടക്കുക ദൈവം അനുവദിക്കത്തില്ല. കുഞ്ഞെ, ദൈവസന്നിധിയിൽ വിശ്വസ്തതയാണോ, കർത്താവിന്റെ ഉറപ്പോടെയാണോ നിൽക്കുന്നത്? നിന്റെ വാക്കുകൾക്ക് ഒരു പൂർണ്ണ സ്ഥിരത വേണം. ദൈവ വിളിയിൽ ഉറപ്പ് വരുത്തണം. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വളർന്നുകൊണ്ട്, വചനത്തിൽ വേരൂന്നി വളർന്നുകൊണ്ട് ആറ്റരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ പച്ചപ്പായിരിക്കണമെങ്കിൽ ഈ ദിവസങ്ങൾ പുറത്താക്കേണ്ടതിനെല്ലാം നീ പുറത്താക്ക്. എന്നിട്ട് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ തുടങ്ങിക്കോ. എഴുന്നേൽക്കാൻ ഹല്ലേലൂയ തയ്യാറായി നിൽക്കുന്ന അനേക വിഷയങ്ങളുണ്ട് കുഞ്ഞെ. റീമന ഹംദരാര വംശിയാര ഇന്ന് പകൽക്കാലം, ഇന്ന് വിശുദ്ധ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, പുറത്താക്കേണ്ട എല്ലാത്തിനും പുറത്താക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ മൂട്ടിൽമേൽ ഇരുന്ന് നിലവിളിക്കുമെങ്കിൽ എഴുന്നേൽക്കേണ്ട വിഷയങ്ങൾ എഴുന്നേൽക്കോ. കണ്ണു തുറക്കേണ്ട ചലിക്കേണ്ട വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ചലിക്കുവാൻ തുടങ്ങുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെട്ടത് മാത്രമല്ല, എങ്ങും അത് പ്രസിദ്ധമാകുകയും ചെയ്തു. പലരും കർത്താവിൽ വിശ്വസിക്കാനിടയായി. എന്നെ കേൾക്കുന്ന ജനമേ, ഈ ദിവസങ്ങൾ നീ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യേ എന്തുകൊണ്ട് നിനക്ക് ഹല്ലേലൂയ അതിന് മറുപടി ലഭിക്കുന്നില്ല? നീ പുറത്താക്കേണ്ടതിനെ പുറത്താക്ക്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പുറത്താക്കേണ്ട വിഷയങ്ങൾ പുറത്താക്കിക്കൊണ്ട് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ നീ തയ്യാറാകണമെങ്കിൽ ആ വിഷയത്തിൽ ഒരു എഴുന്നേൽപ്പ്, ആ വിഷയത്തിൽ ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായി നടക്കുമെന്ന് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഇന്ന് പകൽക്കാലം നീ തീരുമാനമെടുത്ത് ദൈവത്തിൽ അടുത്തു വരുമെങ്കിൽ ഈ വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയുണ്ടെന്ന് വചനത്തിൽ കൂടെ എന്റെ കർത്താവ് അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പൂർണ്ണമായ സ്ഥിരത പൂണ്ട് പുതിയ തീരുമാനത്തോടെ പുറത്താക്കേണ്ട എല്ലാ കാര്യാദികളും പുറത്താക്കിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിന്ന് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ യാചിച്ച് കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിൻ കൺകുളിർക്ക കാണാൻ പോകുകയാണ്. പുതിയ തീരുമാനത്തോടെ നീ എഴുന്നേൽക്കുവാൻ തയ്യാറാണോ? ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അനങ്ങാത്ത ശവത്തെ പോലെ കിടക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവികമായൊരു സാന്നിധ്യം ഇറങ്ങി ചലിക്കുവാൻ തുടങ്ങിയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ ഒരിക്കലും അധികം നാൾ ഭാരപ്പെടേണ്ടി വരത്തില്ല കുഞ്ഞെ. പലപ്പോഴും മനുഷ്യൻ വിധി എഴുതിയ വിഷയത്തിന് മധ്യേ മനുഷ്യൻ അത് എഴുതി കഴിഞ്ഞു, അത് സാധിക്കത്തില്ല എന്ന് ആ വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിലെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുക എന്റെ സർവശക്തനായ ദൈവത്തിന് കഴിയോ. എന്നാൽ ദൈവം പറയുന്നത് പോലെ കർത്താവിന്റെ സത്യവചന നീ മൂട്ടിൽ മേലിരുന്ന് ഇന്നു മുതൽ കരയാൻ തുടങ്ങിക്കോ. നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടെ ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ അരുളി ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ദൈവം മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.